നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വെണ്ടയ്ക്ക പുളിശ്ശേരി. ഇത് കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി സവോളയും ചേർക്കാം. ഇതൊരു സവോള. ഇതൊന്ന് വഴറ്റണം. നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിയാവുന്നതാണ്. ഇതാ വെണ്ടയ്ക്ക വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈരും കൂടി നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം. ഇതാ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ വഴറ്റാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എല്ലാം വെന്ത് വാടി നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. നമുക്ക് തീ നിർത്താം. നന്നായിട്ട് ചൂടായിട്ടുണ്ടത്. ഇനി ഇത് നമ്മൾ കടുക് പൊട്ടിച്ചേക്കുന്നതാണ്. ഇതോടി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, വറ്റൽമുളക്, കടുക് പൊട്ടിച്ചത്. ഇത്രയാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. അതും അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കണം. അധികം വേണ്ട, ഉലുവ ആയതുകൊണ്ട് കയ്ക്കും. അപ്പോൾ കുറച്ച് ഒന്ന് ഉലുവ ചൂടാക്കി പൊടിച്ചതൊന്ന് തൂക്കി കൊടുക്കുക. ഇതാ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കിയത് വെണ്ടയ്ക്ക പുളിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക പുളിശ്ശേരിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്.